തിമോഥെയോസേ, നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു, ഈ രണ്ട് കാര്യമാണ് അല്പമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതിന് സമയം ചെലവഴിക്കാനായിട്ട് ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ അഭിസംബോധന എങ്ങനെയായിരുന്നു? ഒന്ന്, നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷിതാവുണ്ട് എന്ന് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ലയോ തിമോഥെയോസേ, എനിക്കും നിനക്കും ഒരു രക്ഷിതാവുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു രക്ഷിതാവുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു രക്ഷിതാവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എത്രയോ ആശ്വാസം ലഭിക്കുന്ന, എത്രയോ സമാധാനം നൽകിത്തരുന്ന ഒരു വാക്കാണ് നമുക്കൊരു രക്ഷിതാവുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷിതാവായ ദൈവം നമ്മുടെ രക്ഷിതാവാണ്. നമ്മളെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. ഹല്ലേലൂയ. പലർക്കും ഈ ബോധ്യമില്ല. അതുകൊണ്ടാണ് പലരുടെയും ജീവിതം താറുമാറാകുവാൻ കാരണം തങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ട്, തങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമില്ല എന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട് പലരുടെയും ജീവിതം ഭാവിയിൽ അവസാനിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് എത്രയോ ബലം നൽകുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്. എനിക്കൊരു രക്ഷിതാവുണ്ട്, എന്നെ രക്ഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വഴി നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല രക്ഷിതാവായ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള സദ്വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് എത്രയോ ആശ്വാസമാണ്. പലർക്കും ആ ബോധ്യമില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതം അത് താറുമാറായി പോവുകയാണ്. എനിക്കൊരു രക്ഷിതാവുണ്ട്. പൗലോസ് പറയുന്നു, നമ്മുടെ രക്ഷിതാവ്, നിന്റെയും എന്റെയും രക്ഷിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നെയും നിന്നെയും രക്ഷിക്കുന്ന ദൈവം, എന്നെയും നിന്നെയും തുടർന്ന് നടത്തുവാൻ ശക്തനായ ദൈവം, രക്ഷിതാവായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രക്ഷിതാവ് എന്നുള്ള വാക്ക് നമ്മളെ രക്ഷിക്കുന്നവൻ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവന്നേ. ഹല്ലേലൂയ. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ പറയുന്ന ഒരു ഭാഗമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അവിടെ ദൂതന്മാർ വിളിച്ചു പറയുകയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ഉണ്ട്. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വിളിച്ചു പറയുന്ന സന്തോഷത്തിൻ്റെ വാക്കുകളാണ്
നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു രക്ഷിതാവ്. ആ വാക്കുകൾ എത്രയോ ആശ്വാസവും സന്തോഷവും മഹാസന്തോഷം നൽകിത്തരുന്ന വാക്കായിരുന്നു ആട്ടിടയന്മാർക്ക്. കാരണം സമൂഹത്തിൽ വെറുക്കപ്പെട്ട, തള്ളപ്പെട്ട, ഒറ്റപ്പെട്ട ഒരു സമൂഹമായിരുന്നു ആട്ടിടയന്മാർ. അവരോട് ദൂതൻ പറയുകയാണ്, നിങ്ങൾക്കായി ഒരു രക്ഷിതാവ്, നിങ്ങൾക്കായി ഒരു രക്ഷിതാവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും നിന്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ, ഇതുവരെയും നിനക്കൊരു ഉയർച്ച പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, നീ ഭാരപ്പെടേണ്ട. നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. നിന്നെ രക്ഷിക്കുന്ന, നിന്നെ ആകമാനം അറിയുന്ന ഒരു രക്ഷിതാവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആട്ടന്മാർ പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി സ്തോത്രം. അതെത്രയോ വലിയൊരു കാര്യമാണ്. എനിക്കൊരു രക്ഷിതാവ് ഉണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ എൻ്റെ ജീവിതം മറിയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. എന്നെ രക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ, ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണം നിനക്ക് രക്ഷിതാവ് ഉണ്ട് എന്നുള്ള ബോധ്യം നീ പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുവാനിടയായിത്തീരും. പൗലോസ് വിളിച്ചു പറയുന്നു, നമ്മുടെ രക്ഷിതാവായ ദൈവം, നിന്നെ രക്ഷിക്കുന്ന ഒരു നല്ല രക്ഷിതാവ്. ഹല്ലേലൂയ. ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളോട് ടീച്ചർമാർ പറയും, നിങ്ങളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് വരാൻ പറയും. രക്ഷിതാക്കളെ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ്, പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് വരാൻ പറയും കുഞ്ഞുങ്ങളോട്. ആ വാക്കിന് ശ്രദ്ധിച്ച്, രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ വിളിച്ചിട്ട് വരാൻ പറയും. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആ രക്ഷിതാക്കളാണ്. ഹല്ലേലൂയ. നിന്റെ പിതാവ്, മാതാവ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാർ പറയുന്നത് രക്ഷിതാവിനെ വിളിച്ചിട്ട് വരാനെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം ആ രക്ഷിതാക്കന്മാർക്കാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന് പറയുന്നത്, ആമേൻ, ഒരു കുഞ്ഞിൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിയായിരിക്കുന്നത് അവിടെ മാതാപിതാക്കൾ. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് രക്ഷിതാക്കൾ. ഇതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു രക്ഷിതാവ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്ത് ഓരോ ദിവസവും നിങ്ങളെ പുലർത്തി നിങ്ങൾക്ക് ആവശ്യമായി നൽകിത്തരുന്ന ഒരു രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അതാണ് ഉത്തരവാദിത്വം. രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം അതാണ്. നിങ്ങൾക്ക് ആവശ്യമായി നൽകിത്തന്ന, നിങ്ങളെ സംരക്ഷിച്ച്, നിങ്ങളെ പോറ്റിപ്പുലർത്തി, നിങ്ങൾ ഓരോ ദിവസവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് രക്ഷിതാക്കൾ. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ രക്ഷിതാവാണ്, ദൈവം നിന്റെ ഉത്തരവാദിയാണ്, ദൈവം നിന്റെ പരിപാലകനാണ്, ദൈവം നിന്റെ സംരക്ഷകനാണ്. ദൈവം, ഹല്ലേലൂയ, നിന്റെ എല്ലാമാണ്. കാരണം അവനാണ് നിന്റെ രക്ഷിതാവ്. എത്ര പേർക്ക് മനസ്സിലായവർ പ്രൈസ് ദി ലോർഡ് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷിതാവായ ദൈവം, നമുക്ക് രക്ഷിതാവുണ്ട്. നമ്മളെ മുற்றிലും അറിഞ്ഞിരിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല രക്ഷിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തെ ആകമാനം മനസ്സിലാക്കിയ, എന്നെ പോറ്റിപ്പുലർത്തുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ ഓരോ ദിവസവും നടത്തുന്ന ഒരു രക്ഷിതാവ് എനിക്കുണ്ട് എന്നുള്ള സത്യം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇടയന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അവന്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിന്റെ രക്ഷിതാവ്, സേവ്യറാണ്.
ഹല്ലേലൂയ. നിന്റെ രക്ഷിതാവാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്ന രക്ഷിതാവാണ് യേശു ക്രിസ്തു. നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. നിന്റെ രക്ഷിതാവാണ് യേശു ക്രിസ്തു. മറന്നു പോകരുത്. ഹല്ലേലൂയ. വേറൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. തീത്തോസിന്റെ ലേഖനം എടുത്ത് നിങ്ങൾ തീത്തോസിന്റെ ലേഖനം, ഹല്ലേലൂയ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നാം വായിക്കാം. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. നിനക്കൊരു രക്ഷിതാവുണ്ട് പ്രിയമുള്ളവരെ. നീ ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നിനക്ക് ആരും ഇല്ല എന്ന് നീ പറയരുത്. നിനക്കൊരു രക്ഷിതാവായ ക്രിസ്തു ഉണ്ട്. നിനക്ക് രക്ഷിതാവായ ഒരു യേശു ഉണ്ട്. നിന്നോട് കൂടെയുണ്ട്, തുണയായി നിന്നോട് കൂടെയുണ്ട്. നീ ആകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, പ്രൈസ് ദി ലോർഡ്, ഭയപ്പെടേണ്ട. നിനക്കൊരു രക്ഷിതാവുണ്ട്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 43-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, അതിന്റെ സ്തോത്രം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ആ 12-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് 11 കൂടെ ചേർത്ത് വായിച്ചോട്ടെ. യെശയ്യാപ്രവചന പുസ്തകം 43-11. എന്റെ ശേഷം, ഹല്ലേലൂയ, 10 മുതൽ വായിച്ചു, 10 മുതൽ. ഹല്ലേലൂയ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികൾ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല. അടുത്ത വാക്യം, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഹല്ലേലൂയ. അർത്ഥം, കർത്താവ് പറയുന്നു, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിങ്ങൾക്കില്ല. യേശു ക്രിസ്തുവാണ് നിന്റെ രക്ഷിതാവ്. യേശു ക്രിസ്തുവാണ് നിന്റെ പരിപാലകൻ. നിനക്കൊരു രക്ഷിതാവുണ്ട്. നിന്നെ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ഓരോ ദിവസവും നിന്നെ പോറ്റി പുലർത്തുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ പേരാണ് രക്ഷിതാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ, ഹല്ലേലൂയ, ചെറുപ്പക്കാരനായ തിമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ രക്ഷിതാവ്, നിന്റെയും എന്റെയും ഒരേ രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തു. നിനക്കൊരു രക്ഷിതാവുണ്ട്, എനിക്കും ഒരു രക്ഷിതാവുണ്ട്. നമ്മൾ അന്യരല്ല, അനാഥരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരുമില്ലാത്തവരല്ല. നമുക്ക് രക്ഷിതാവുണ്ട്. നമുക്കൊരു ഹല്ലേലൂയ രക്ഷാകർത്താവുണ്ട്. നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ, എൻ്റെ പക്ഷം പിടിച്ച് എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രക്ഷിതാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ വിട്ടുകൊടുക്കാത്ത ഒരു രക്ഷിതാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ വിട്ടുകൊടുക്കുവാൻ അവനെ ഇഷ്ടമല്ല. സ്തോത്രം. പലതിലേക്ക് വിട്ടുകൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് സമ്മതമല്ല. അവൻ സമ്മതിക്കുകയില്ല, അവൻ വിട്ടുകൊടുക്കുകയില്ല. അവൻ നിന്റെ രക്ഷിതാവാണ്. നിന്നെ രക്ഷിക്കുന്ന നിന്റെ സ്നേഹവാനായ ഒരു ദൈവം. അതുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല, നീ അന്യനല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് ആരാന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു. തിമോഥെയോസേ, എനിക്കും നിനക്കും ഒരു രക്ഷിതാവുണ്ട്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും. അറിയോ? 1 തിമോഥെയോസ് 1:1 വായിക്കുമ്പോൾ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും. നമ്മുടെ രക്ഷിതാവ് ഈ ദൈവമാണ്, ഈ കർത്താവാണ്. നിനക്കും എനിക്കും രക്ഷിതാവ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്, നിങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, പുലർത്തുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു രക്ഷകർത്താവ് നിനക്കുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. നീ പ്രാർത്ഥിച്ചോ? കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചോ? 1-2 നിമിഷം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, ആ രക്ഷിതാവായ ദൈവമേ, എൻ്റെ രക്ഷിതാവേ, ഹല്ലേലൂയ, എന്നെ രക്ഷിപ്പാനായി ഇറങ്ങി വരണം.